ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 8:25. ഒരു 10:30 ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് കന്യാകുമാരിയിലോട്ട് പോകാം. അതിൻ്റെ മുമ്പ് ഞാൻ ഈ വലിച്ചു വാരി ഇട്ടേക്കുന്നതെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് വണ്ടിയിൽ കയറ്റണം. അങ്ങനെ ചെക്കൗട്ട് ചെയ്തു. നമുക്ക് സാധനങ്ങളെല്ലാം ഇനി വണ്ടിയിൽ കൊണ്ട് വെക്കാം. വണ്ടി കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് നേരെ കന്യാകുമാരിയിലോട്ട് പോകാം. കന്യാകുമാരിയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം 2 hours 90 minutes എന്നാണ് കാണിച്ചത്. ഇനി ട്രാഫിക്കും എല്ലാം കൊണ്ട് ചേരുമ്പോൾ എത്രയാവുമെന്നൊരു ഐഡിയയില്ല. ആദ്യമേ ഞാൻ വണ്ടിയിൽ ഇതെല്ലാം വെച്ച് കെട്ടട്ടെ, എന്നിട്ട് നോക്കാം. വണ്ടി അങ്ങനെ പാക്ക് ചെയ്തു, നമ്മുടെ എല്ലാം വെച്ച് കെട്ടി ടൈറ്റാക്കി. ഇനി നമുക്കിവിടെ ഒന്ന് എവിടെയാ? കന്യാകുമാരി. കന്യാകുമാരിയിലോട്ട് പോകാം. അവിടെ എത്ര കിലോമീറ്ററാണ് ഞാൻ നോക്കിയിട്ട് പറയാം. ഏകദേശം 2 മണിക്കൂർ 19 മിനിറ്റ് എന്നാണ് കാണിച്ചത്. ട്രാഫിക്കുണ്ട്, നല്ല ട്രാഫിക്കാണ്. നോക്കാം. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? ഇപ്പോൾ 9:49 ആയിട്ടുണ്ട്. ഞാനിവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ അത് തുറന്നിട്ടില്ല. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നിർത്തി കഴിച്ചിട്ട് നമുക്കങ്ങനെ കന്യാകുമാരിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ 10 മണിക്ക് ക്യാപ്സ്യൂൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ കന്യാകുമാരിയിലോട്ട് ഹോട്ടൽ ചെയ്യുക. ചെക്ക് ഇൻ ടൈം പറഞ്ഞേക്കുന്നത് 2 മണിയാണ്. 2 മണി കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം സ്റ്റാൻഡേർഡ് ടൈം തന്നെ. ഇപ്പോൾ 10:03 അവിടെ എത്താൻ ഇനിയും അങ്ങോട്ടായിരുന്നു വഴി മാറി. അല്ല, വഴി കറക്റ്റാ. ഓക്കെ. ഇനി അവിടെ എത്താൻ 84 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 84 കിലോമീറ്റർ, 2 hours 24 minutes. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ ഒരു സെക്കൻഡ്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ എത്രയാ, 16 20 അങ്ങാണ്ടാണ് കാണിച്ചത്. ഇപ്പം അത് കൂടി. എനിക്കൊന്ന് ട്രാഫിക്കായി കാണും മിക്കവാറും. ബാക്കിൽ നല്ല മഴക്കാറ് കാണുന്നുണ്ട്. അവിടെ എത്തുന്നവരെ, ചെക്ക് ഇൻ ചെയ്യുന്നവരെ മഴ വരാതിരുന്നാൽ നമ്മുടെ ഭാഗ്യം. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്പിനെ കുറേ വിശ്വസിച്ച് നോക്കി, എങ്ങും കാണാൻ പറ്റിയില്ല. അവസാനം ഞാൻ ക്യാമറ ഓണാക്കിയപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു കടയിൽ കഴിക്കാൻ കയറി. ഇത്രയും കിലോമീറ്റർ വന്നിട്ട് ഒരു കട പോലും തുറക്കുന്നത് ഞാൻ കണ്ടില്ല. നല്ല വിശപ്പ്. അതുകൊണ്ട് വലുതായിട്ട് കഴിക്കുന്നില്ല. ചിലപ്പോൾ വയറിന് പിടിക്കത്തില്ല. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിലോമീറ്ററുകൾ വന്നിട്ട് കഴിച്ചു. നല്ല ഇതായിരുന്നു. ഞാൻ ഒരു 2 പൊറോട്ടയും ഒരു ഇച്ചിരി കറിയും ലൈമും എടുത്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ടു കന്യാകുമാരി ട്രിപ്പ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും തിരുവനന്തപുരം ടു കന്യാകുമാരി ട്രിപ്പ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. തമിഴ്നാട്ടിലോട്ട് കയറി. സൂപ്പർ എക്സൈറ്റഡ്.
ആദ്യമായിട്ട് കേരളം വിട്ട് വേറൊരു ഇങ്ങോട്ട് വന്നത്, വേറെ സ്റ്റേറ്റിലോട്ട് വരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് 1 hour 29 minutes എന്നാണ് കാണിക്കുന്നത്. 54 കിലോമീറ്ററും കൂടെ ഉണ്ട്. 54 കിലോമീറ്ററും കൂടെ ഉണ്ട്. 54 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഹോട്ടലെത്താൻ. നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. പെട്രോൾ ആകെ ഇനി ഒരു ഘട്ടയും കൂടെ ഉള്ളൂ. പെട്രോൾ 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 93.56 ഫുള്ള്. ഇവിടെ 10196. നമ്മുടെ അവിടത്തേക്കാളും കുറവാണ്. ആദ്യത്തെ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഫുൾ ടാങ്ക് അടിച്ചു. പക്ഷേ റീഡറിനകത്ത് ഇതുവരെ ഫുൾ ടാങ്ക് ഒന്നും വന്നിട്ടില്ല. തുളുമ്പി ഇരിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ചിലപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. ഇനി ഓഫാക്കി ഓണാക്കി നോക്കട്ടെ വണ്ടി. ചിലപ്പോൾ ഓഫാക്കി ഓണാക്കുമ്പോൾ ശരിയാവും. യെസ്, ഓഫാക്കി കണ്ട, ഓഫാക്കി ഓണാക്കിയപ്പോൾ പെട്രോൾ ഫുള്ളായി. ഇനി നമുക്ക് പോവാം. അയ്യോ, ഫ്രോഡാകല്ലേ. അയ്യോ അമ്മേ. നല്ല പൊടി. കണ്ണിപ്പൊടി കയറി. അപ്പോൾ പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. എൻ്റെ അമ്മ കുറേ നേരമായി. ഇനി ഞാൻ ഇവിടുന്ന് രാമേശ്വരത്തിന് തഞ്ചാവൂരിലോട്ട് പോകാൻ ഏകദേശം 5 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ ഇങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ എന്തായിരിക്കും? ഒരു ഐഡിയ ഇല്ല എനിക്ക്. അയ്യോ, ഇത് എന്തായിരുന്നു? കുമാരകോയിൽ എന്ന് പറഞ്ഞു. കുമാരകോയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അയ്യോ ഇവനും ചൂടാകാൻ തുടങ്ങി. അത്രയും ചൂടായിട്ടില്ല, അല്ല ഇവനും കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ, ഇത് ചെയ്യണ്ട. പിന്നെ ഇവിടെ നിന്ന് ഇനിയും നമ്മുടെ ഹോട്ടലെത്താൻ 31 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഒരു വണ്ടി കെട്ടി വലിച്ചോണ്ട് പോകുന്നു. എനിവേ കുറച്ചേരം ഇവിടെ നിൽക്കാം, എന്നിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന നാഗർകോവിലിലോട്ടാണ്. നാഗർകോവിൽ കഴിഞ്ഞിട്ടാണ് കന്യാകുമാരി. താണ്ട് ലെഫ്റ്റ് സൈഡിൽ താറാവുകൾ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ താറാവുകൾ കണ്ടോ? ഉള്ളതല്ലേ കന്യാകുമാരി. ഇങ്ങോട്ട് കന്യാകുമാരി, അങ്ങോട്ട് മദ്രാസ്. മണ്ടക്കോട്ടോ ലെഫ്റ്റിലോട്ടോ അങ്ങോട്ട് മദ്രാസ്. സോറി, ലെഫ്റ്റിലോട്ട് എടുത്ത് ഇങ്ങനെ പോയി കന്യാകുമാരിയിലോട്ട് പോകും. NH 47 എങ്ങാണ്ടാന്ന് തോന്നുന്നു. 46ഓ 47ഓ എങ്ങാണ്ട. എനിക്ക് തോന്നുന്നു ഇത് 46 ആണെന്ന് തോന്നുന്നു. ഇപ്പം ഈ വഴിയാണ് മണ്ടയ്ക്കും കാണിച്ചിരിക്കുന്നത് പോകാനുള്ളത്. മണ്ടയ്ക്കൂടെ ഏതോ ഒരു ഇത് പോകുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. ഇത് NH, ഇത് സർവീസ് റോഡാണ്. ഇത് വഴി പോയി ആണോ? ക്ലിയർ അല്ല. ഇത് മണ്ടയ്ക്ക് കൂടെ പോകുന്ന അതാണോ അത് താഴത്തെ ഇതാണോ എന്നറിയില്ല. ഇവിടെ കൂടെ പോയി റൈറ്റ് എടുക്കണം. 2 വീലേഴ്സ് പാർക്കിംഗ്, അതെനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അടിയിലുള്ള സ്ഥലം പാർക്കിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണം.
ഓക്കെ, റൈറ്റ് എടുത്തു. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം കന്യാകുമാരി എത്താൻ. ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ലാലേട്ടൻ്റെ പിക്ചറൊക്കെ കൊള്ളാമല്ലോ. അയ്യോ അമ്മേ, ഇവിടെയും ഇങ്ങനത്തെ കുഴികളൊക്കെ ഉണ്ടോ? ഇവിടെ കുഴികളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു വരുന്നത്. ഓക്കെ, NH-ലോട്ട് തന്നെ കയറുന്നു. കാണിക്കുന്നു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ക്ലിയറല്ല. നല്ല റോഡ്, നല്ല റോഡ്. 2 സൈഡിലും മരങ്ങൾ, നടുക്ക് റോഡ്, ക്ലീൻ ആൻഡ് നീറ്റ്. കൊള്ളാമല്ലേ? അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലോട്ട് കയറി. നേരത്തെ കയറിയില്ലായിരുന്നു, അത് വേറെ ഏതോ സ്ഥലമായിരുന്നു, എനിക്ക് തെറ്റിപ്പോയതാ. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലോട്ട് കയറി. ഇവിടെ വന്ന് 3 മിനിറ്റ് ഇവിടെ എങ്ങാണ്ട് അടുത്തെങ്ങാണ്ട്. $120 മീറ്റർ എന്ന് കാണിക്കുന്നു. KKM ഇവിടെ ഇതാണെന്ന് തോന്നുന്നു. ഇതാണ്, ഇതല്ലേ? ഫ്രണ്ടിലായിരുന്നു, സോറി. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ റൂമിലെത്തി. റൂം വലിയ കുഴപ്പമില്ല. ഒരു ബെഡുണ്ട്. ബെഡിൽ അവിടെയൊക്കെ എന്തോ മാർക്കിംഗ് ഉണ്ട്, എന്തോന്ന് എനിക്കറിയില്ല. ഒരു കണ്ണാടി, ഇതെൻ്റെ കേട്ടോ. ഒരു ചെറിയ സോപ്പ്, പിന്നെ എനിക്കൊന്നു ബ്രഷും പേസ്റ്റും, ഇത് വാഷ് ബേസൺ, പിന്നെ ബാത്റൂം വെൽ മെയിൻറ്റൈൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. ഹീറ്ററുണ്ട്. പിന്നെ ഒടുക്കത്തെ ചൂടാണ് ഇവിടെ, അതുകൊണ്ട് എന്തായാലും ഹീറ്ററിൽ കുളി ആവശ്യമേ ഇല്ല, നല്ല ചൂടുണ്ട്. അതൊന്ന് ഞാൻ കുളിച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് വെളിയിൽ പോകാം. യെസ്, അങ്ങനെ റെഡിയായി. ഇങ്ങോട്ടായിരുന്നു. ഓക്കെ, കുളിച്ച് ഒന്ന് ഫ്രഷായി. ഉറങ്ങിയൊന്നുമില്ല, ഉറങ്ങണമെന്ന് വിചാരിച്ചു, ഉറങ്ങാൻ സമയമില്ല. നമുക്കൊന്ന് എവിടെയെങ്കിലും കഴിക്കാൻ പോവാം. ഞാൻ നമ്മുടെ കന്യാകുമാരി എൻഡിൽ, നമ്മളിപ്പോൾ കന്യാകുമാരി എൻഡിലാണ്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സീ സൈഡുമായിട്ട് ഇച്ചിരി ഇതായിട്ടുള്ള. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വൈകിട്ടത്തേക്കും കൂടെ മേടിച്ചുകൊണ്ട് വരാം. സൺസെറ്റ് കാണാൻ പറ്റുമോ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ പ്ലീസ്. സൺസെറ്റ് കാണാൻ പറ്റുമോ നോക്കാം. സൺസെറ്റും കണ്ട് തിരിച്ച് വന്നിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ ഒരു 9 മണിക്കെങ്കിലും ഇറങ്ങണം. കാരണം ഇവിടെ നിന്ന്
രാമേശ്വരം വരെ 5 മണിക്കൂർ എടുക്കുന്നു. 5 മണിക്കൂർ വരെ എങ്ങനെ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. 5 മണി വരെ 5 മണിക്കൂർ വണ്ടി ഓടിക്കണം. അപ്പോൾ രാവിലത്തേക്കും കൂടെ എന്തെങ്കിലും മേടിച്ചിട്ട് വേണം ഇറങ്ങാൻ. നോക്കാം. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് വന്നു ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത് 11:30 എങ്ങാണ്ട. ആൻഡ് ഇപ്പോൾ ഉച്ചക്കത്തെ കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ 3:43 4 മണി, ഏകദേശം 4 മണിക്ക് അടുത്തെത്തിയപ്പോഴാണ് നമ്മൾ ഉച്ചക്കത്തെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫ്രൈഡ് റൈസും ഒരു 7-Up പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അത് കഴിച്ച് വിശപ്പ് കളയാം. അവിടെ എന്തിൻ്റെ ഫാം ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ. അപ്പോൾ തൽക്കാലം അത് കഴിക്കാം. പിന്നെ നല്ല കാറ്റുണ്ട്. പിന്നെ ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഉച്ചക്കത്തെ കാര്യം. ഉച്ചക്കത്തെ ഇപ്പോൾ കഴിക്കുന്നു. ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ മൊത്തം കഴിക്കത്തില്ല, ബാലൻസ് വരുന്ന വൈകിട്ടത്തേക്ക് പാർസൽ എടുക്കാം. പിന്നെ നാളെ രാവിലത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മേടിക്കണം, വല്ല ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും. കാരണം നാളെ രാവിലെ 9 മണിക്ക് 9 മണിയല്ല, മാക്സിമം 10 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി, 9 മണിക്കൊക്കെ ഇറങ്ങണം. കാരണം ഇവിടെ നിന്ന് 5 മണിക്കൂറുണ്ട് രാമേശ്വരം എത്താൻ. അപ്പോൾ അത്രയും നേരം 5 മണിക്കൂർ, ഈ 2-3 മണിക്കൂർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഊപ്പാട് വരുത്തി. ഇനിയും നോക്കാം. അങ്ങനെ എന്താണ്ട് ഇന്ത്യൻ ഓഷ്യൻ്റെ നേരെ നോക്കി നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസ് എത്തി. താങ്ക് യു. യെസ് അണ്ണാ, ഒരു 7-Up. ഓക്കെ. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി നിന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം. 2 ഫ്രൈഡ് റൈസും കിട്ടി. ഞാൻ കഴിച്ചിട്ട് നമുക്ക് ബീച്ചിൽ കൂടെ ഒന്ന് നടന്നിട്ട് പിന്നെ തിരിച്ച് റൂമിൽ പോയി പിന്നെയും എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് വേണ്ടി സെറ്റാക്കി വെച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ 9 മണിക്ക് പിന്നെ എഴുന്നേറ്റ് നമുക്ക് പോവാം. ഒരു ഫണ്ണല്ലേ ഇതൊക്കെ, ഒരു രസം. ഞാനിവിടെ ഭയങ്കരമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ താണ്ടാ എന്തോ മൈക്കിനെന്തോ ഇത് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കുക. മൈക്ക് ഓഫ് വെച്ചിട്ട് ഞാനിവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇപ്പോൾ കുറച്ച് കഴിച്ചു. കാരണം വയറ് അത്രയും ട്രാവൽ ചെയ്തുകൊണ്ട് വയറിനൊരു അസ്വസ്ഥത പോലെ. സോ ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി പാർസൽ എടുത്തു. ഇപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. മൈക്ക് ഓണാക്കാതെ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നോക്കിയപ്പോൾ തണ്ടോ മൈക്കിൽ ലൈറ്റ് ഇല്ല. പിന്നെ മനസ്സിലായി ഇവിടെ നിന്നാന്ന് തോന്നുന്നു. വ്യൂ ടവറിലോട്ട് പോയി നോക്കാം. അവിടെ എത്ര രൂപ പാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വ്യൂ ടവറിൽ പോയിട്ട് നമുക്ക് കന്യാകുമാരി, ഇന്ത്യേൻ്റെ ഏറ്റവും അവസാനത്തെ ലാൻഡ് എന്ന് പറയപ്പെടുന്ന കന്യാകുമാരി. അണ്ണാ ടവർ മേലെ പോലെ എവ്വളോ? 15 രൂപ. ഒന്നാ ടവറിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാൻ 15 രൂപ. 15 രൂപ നമുക്കൊരു ഇത് കിട്ടും. 15 രൂപ. നമുക്കിനി മണ്ടയ്ക്കോട്ട് പോകാം. കറങ്ങി ഇതിൻ്റെ മണ്ട വരെ എത്തണം. നല്ല കാറ്റുണ്ടല്ലോ, നല്ല കാറ്റാ. അയ്യോ കാറ്റാണേ. അയ്യോ അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. അങ്ങനെ ഇന്ത്യൻ്റെ ലാസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കന്യാകുമാരിയിൽ നമ്മളെത്തി. ഇതാണ്ട് ഇതിൻ്റെ ജസ്റ്റ് നമ്മളിപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ, ഇതിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ കടലാണ്, സീ ആണ്. ഏതോ ഒരു പേരുണ്ട് ഇതിന്, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല.
നേരെ പോകുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇവിടെ നിന്ന് നേരെ ഇന്ത്യൻ ഓഷ്യനാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ലൂരിൻ്റെ ഒരു സ്റ്റാച്ചു, തിരുവല്ലൂർ, അത് എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്റ്റാച്ചു അവിടെ പണിയുവാണ്. പണിത് കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ എന്തോ പിന്നെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനിയും പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂവിൻ്റെ ടോപ്പിൽ വന്നിരിക്കുക. ഇവിടെ ചെറിയ കുട്ടി കടകൾ, പിന്നെ ഹോട്ടൽസ് അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. തിരമാലകൾ അടിച്ചു വീശുക. ഇന്ന് നല്ല കാറ്റുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട്. അഫ്കോഴ്സ് ബീച്ച് സൈഡും കൂടെയാണ്, നല്ല കാറ്റുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, കണ്ടോ? ചിലപ്പോൾ എൻ്റെ ക്യാമറേൻ്റെ സൈഡിലൊരു വള്ളി പോലെ ഒരു ഇത് വരും. കാരണം ക്യാമറേൻ്റെ മൈക്ക് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഡിസ്റ്റർബൻസ് വരും മിക്കവാറും. എഡിറ്റ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. കൊള്ളാം. അങ്ങനെ നമ്മൾ ഇന്ത്യൻ്റെ ലാസ്റ്റ് ലാൻഡിലും കാല് വെച്ചിരിക്കുന്നു. എനിക്കിതൊക്കെ ഒരു അച്ചീവ്മെൻ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത്രയും നാളും വീട്ടിൽ തന്നെയായിരുന്നു. വീടിൻ്റെ വെളിയിൽ ഇറങ്ങി ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് തന്നെയായിട്ട് തോന്നുന്നത്. കൊള്ളാമല്ലേ? സൺസെറ്റ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സൺസെറ്റ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ലേറ്റായി പോകും. പിന്നെ നാളെ രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് 9 മണിക്ക് ഇറങ്ങണം ഇവിടെ രാമേശ്വരത്തെത്താൻ ഏകദേശം 5 മണിക്കൂർ എടുക്കും. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ നല്ലവണ്ണം റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. കാറ്റ് നല്ലവണ്ണം റെസ്റ്റ് എടുത്തിട്ടൊക്കെ വേണം അങ്ങോട്ട് പോകാൻ. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്നു. നമുക്ക് നേരത്തെ കണ്ടിട്ട് തിരിച്ചു പോകണം. രാവിലത്തേക്ക് കഴിക്കാനും എന്തെങ്കിലും മേടിക്കണം. രാവിലെ എന്തായാലും കടകൾ തുറക്കത്തില്ല. അല്ലെങ്കിൽ ഇന്ന് പണി കിട്ടിയ പോലെ അവസ്ഥയായിപ്പോയി. നാളെ ഇതിനെക്കാട്ടും നേരത്തെ വരുന്നത്. അപ്പോൾ ഒന്നും കഴിക്കാതെ പോകേണ്ട അവസ്ഥയായി പോവും. അപ്പോൾ പോകുന്ന വഴിയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും മേടിക്കണം. എന്നാലേ ഫുഡ് കഴിപ്പ് ഇന്ന് നടക്കത്തുള്ളൂ. വേറെ ഇതൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് തിരിച്ച് ഓക്കെനാ? ഓക്കെ. അങ്ങനെ നമുക്ക് തിരിച്ച് പോവാം. ഈ വഴി കൂടെയാണ് വന്നത്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് തിരിച്ചും പോവാം. ഈ സൈഡിൽ ഈ നല്ല ഉപ്പിലിട്ട മാങ്ങ, ബോണ്ട, ബജ്ജി, അതൊക്കെ അങ്ങനത്തെ ചെറിയ കുട്ടി കടകളുണ്ട്. അതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ പോകുന്നത് ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം കഴിച്ചിട്ട് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ കഴിക്കണ്ട എന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി വ്ലോഗ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഞാനൊരു സാധനത്തിനെ കാണുന്നത്. താണ്ടത് കണ്ടോ? മയിൽ ഒറ്റ
ഒറ്റ മൈല് നല്ലതാണോ ചീത്തയാണെന്നാണോ? ഡെസേർട്ട് ഏരിയയിലാണ് മയില് സാധാരണ കാണുന്നത്. ഈ വെള്ളം വറ്റുന്ന ഒരിത് വരുമ്പോഴാണ് മയിലുകളെ കാണാൻ പറ്റുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മൈല് മാത്രം. ഓക്കെ, നമുക്കിനി എന്നാൽ തിരിച്ചു പോയി. ഞാനിവിടെ ഇതൊരു ബേക്കറിയാണ്. ബേക്കറിയിൽ ഞാൻ വിചാരിച്ചു ബണ്ണ് വല്ലതും മേടിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ റൂമിൽ ചെന്നിട്ട് ബാക്കി പറയാം. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻഡിങ് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വെച്ച് എൻഡിങ് റൂമിൽ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻഡിങ് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻഡിങ് എടുത്ത് നിർത്താം. വേറൊന്നുമില്ല, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. നമുക്കിവിടുന്ന് രാമേശ്വരത്തോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ എടുക്കും. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാകുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.